രണ്ടാം മൂഴം തോറ്റുപോയ ഭീമന്റെ കഥയായിരുന്നു. മഹാഭാരതത്തിൽ എവിടെയും എടുത്തു കാണിക്കാത്ത ഭീമനെ രണ്ടാം മൂഴത്തിൽ ഒരു നായിക പരിവേഷത്തോടു കൂടി MD അവതരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ തോറ്റുപോയ പ്രണയത്തെ കൂടിയായിരുന്നു MD ഇതിൽ അവതരിപ്പിച്ചത്. ദ്രൗപദിയോട് അദ്ദേഹത്തിനുണ്ടായിരുന്നത് വളരെ ഹൃദയത്തിൽ തട്ടിയുള്ള ഒരു പ്രണയമായിരുന്നുവെന്നും അത് മറ്റുള്ള സഹോദരങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഭീമന് കുറച്ചും കൂടെ അധികം ഉണ്ടായിരുന്നു എന്നും കാണിക്കുന്ന പല 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 രംഗങ്ങളും നമുക്ക് രണ്ടാം മൂഴത്തിൽ കാണാൻ സാധിക്കും. ഇതൊന്നും മഹാഭാരതത്തിന്റെ ഏടുകളിൽ പറയുന്നതായി നമുക്ക് എവിടെയും വായിക്കാൻ കഴിയില്ല. അദ്ദേഹം കല്യാണ സൗഗന്ധിക പൂക്കൾ പറിച്ച് ദ്രൗപദിക്ക് നേരെ നീട്ടുന്ന ഒരു രംഗത്തെ MD വർണ്ണിക്കുന്ന ഒരു രീതിയുണ്ട്. ഞാൻ കുറച്ച് പൂക്കൾ പറിച്ചെടുത്തു, എന്നിട്ട് നകുലന്റെ പരിഹാസഭാവത്തെ അവഗണിച്ച് അത് ദ്രൗപദിക്ക് നേരെ നീട്ടി. അവൾ പൊയ്കയുടെ മനോഹരിത ആസ്വദിക്കുമെന്നും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമെന്നും ഞാൻ കരുതി. പക്ഷെ ആ പൂക്കളൊന്നും മണത്തുപോലും നോക്കാതെ അവൾ യുധിഷ്ഠിരന് നേരെ നീട്ടി. ശേഷം തണ്ടുകളോടുകൂടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കുറച്ച് സൗഗന്ധിക പൂക്കൾ വഴിയിൽ കണ്ടു. നമ്മളെല്ലാവരും രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പുസ്തകം വായിച്ചിരിക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം പിന്തള്ളപ്പെട്ട് പോകുന്നത് കൊണ്ട്, രണ്ടാം സ്ഥാനത്തേക്ക് ആവുന്നത് കൊണ്ട് നമ്മൾ ആരും മോശമാകുന്നതോ അല്ലെങ്കിൽ നമുക്ക് ഉള്ളിലൊരു അപകർഷതാബോധം വരേണ്ട ആവശ്യം ഇല്ല എന്നുള്ളൊരു ഗുണപാഠവും കൂടെയാണ് ഈ കഥയിലൂടെ നമുക്ക് കിട്ടുന്നത്. രണ്ടാം മൂഴം ചരിത്രത്തിന്റെ ഏടുകളിൽ ഇപ്പോഴും ഒരു ക്ലാസിക് നോവലായി നമ്മുടെ ഉള്ളിലൊക്കെ രജിസ്റ്ററായി കിടക്കുന്നത് അതുകൊണ്ടുകൂടി തന്നെയാണ്. എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു പുസ്തകവും പുതിയൊരു കഥാകൃത്തുമായി നമുക്ക് വീണ്ടും കാണാം.